എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ BSc നഴ്സിംഗ് ആയുർവേദ കോഴ്സിലേക്കുള്ള പ്രവേശനം എപ്പോഴാണ് എന്നുള്ളത് ഒരു വിദ്യാർത്ഥി ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ വർഷത്തെ BSc നഴ്സിംഗ് ആയുർവേദ കോഴ്സിലേക്കുള്ള അപേക്ഷ നൽകുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ഒരു BSc നഴ്സിംഗ് ആയുർവേദ കോഴ്സിലേക്കുള്ള അലോട്ട്മെൻറ്റിൻ്റെ പ്രൊസീജിയർ എന്നുള്ളതും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ വഴി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വർഷത്തെ BSc നഴ്സിംഗ് ആയുർവേദ കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തുന്നത് LBScenter.in എന്നുള്ള വെബ്സൈറ്റ് വഴിയാണ്. അപ്പോൾ വിദ്യാർത്ഥികളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്ക് അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും ഈ വർഷത്തെയും ഈ ഒരു BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം നടത്തപ്പെടുക. അപ്പോൾ വെബ്സൈറ്റ് ആയിട്ടുള്ള LBScenter.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് BSc നഴ്സിംഗ് ആൻഡ് B.Pharm ആയുർവേദ എന്ന് പറഞ്ഞുകൊണ്ടൊരു ലിങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ BSc നഴ്സിംഗ് ആയുർവേദ കോഴ്സിലേക്കുള്ള പ്രവേശന നടപടികൾ ആരംഭിക്കുന്നത് സാധാരണഗതിയിൽ ജൂലൈ മാസത്തിലാണ്. അപ്പോൾ ജൂൺ മാസത്തിലോ അല്ലെങ്കിൽ ജൂലൈ മാസത്തിലോ ആയിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിക്കുക. അപ്പോൾ BSc നഴ്സിംഗ് അതുപോലെ B.Pharm എന്നിങ്ങനെയുള്ള കോഴ്സുകൾ ആയുർവേദ കോഴ്സുകളിലേക്കാണ് പ്രവേശനം LBScenter നടത്തുന്നത്. അപ്പോൾ കേരളത്തിലെ BSc നഴ്സിംഗ് കോഴ്സിലേക്കുള്ള പ്രവേശനം LBScenter ആണ് നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു BSc നഴ്സിംഗ് ആയുർവേദ കോഴ്സിലേക്ക് പ്രവേശനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾ ജൂൺ മാസം മുതൽ ഈ ഒരു വെബ്സൈറ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടപടികൾ ആരംഭിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണ BSc നഴ്സിംഗ് അഡ്മിഷൻ്റെ അതേ രീതിയിൽ തന്നെയാണ് ഇതിലേക്കും അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. അതായത് നിങ്ങൾ ആദ്യം നിങ്ങളുടെ ആപ്ലിക്കേഷനൊക്കെ നൽകി നിങ്ങളുടെ +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഒരു റാങ്ക് പട്ടിക തയ്യാറാക്കുകയും അതുപ്രകാരം അലോട്ട്മെൻറ്റ് നടപടികൾ നടത്തുകയുമാണ് ചെയ്യുക. അപ്പോൾ ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു പേജിലേക്കാണ് പോവുക. അതായത് ഇതുപോലുള്ളൊരു പേജിലേക്കായിരിക്കും പോവുക. അതായത് BSc നഴ്സിംഗും അതുപോലെ തന്നെ ഈ ഒരു B.Pharm ആയുർവേദ കോഴ്സിലേക്കുമുള്ള പ്രവേശനവുമാണ് നടത്തപ്പെടുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം MVR ആയുർവേദ മെഡിക്കൽ കോളേജ്, പറശ്ശിനിക്കടവ്, കണ്ണൂർ, കേരള, അതായത് ആ ഒരു മെഡിക്കൽ കോളേജിലാണ് ഈ ഒരു അലോട്ട്മെൻറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എത്രത്തോളം വേക്കൻസികൾ ഉണ്ട് എന്നുള്ളത് സംബന്ധിച്ചും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് എങ്ങനെ അപേക്ഷ നൽകണം എന്നത് സംബന്ധിച്ചുമുള്ള വിശദമായിട്ടുള്ള ഡീറ്റെയിൽസുകൾ ഇതുപോലെ ഈ ഒരു വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. അപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം 17ഓളം സീറ്റുകൾ മാത്രമാണ് ഈ ഒരു BSc നഴ്സിംഗ് ആയുർവേദത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ സാധാരണ BSc നഴ്സിംഗ് കോഴ്സ് പഠിക്കുന്ന അതേ സിലബസ് തന്നെയായിരിക്കും. അതിൽ നിങ്ങൾ ഈ ഒരു അലോപ്പതി മരുന്നുകളെക്കുറിച്ച് പഠിക്കുമ്പോൾ ഇതിൽ ആയുർവേദ മരുന്നുകളെക്കുറിച്ച് പഠിക്കുന്നു. ബാക്കി എല്ലാ കാര്യങ്ങളും സെയിമായിട്ട് പഠിക്കേണ്ടി വരും. അതായത് BSc നഴ്സിംഗ് പഠിക്കുന്ന അതേ രീതിയിൽ തന്നെ ആണ് ഈ ഒരു BSc നഴ്സിംഗ് ആയുർവേദ കോഴ്സും പഠിക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ അലോട്ട്മെൻറ്റ് നടപടികൾ ഏകദേശം ജൂൺ ജൂലൈ മാസത്തിലാണ് ആരംഭിക്കുക. അപ്പോൾ LBScenter.in എന്നുള്ള വെബ്സൈറ്റ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് എപ്പോഴാണ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവയുടെ മാർക്ക് അടിസ്ഥാനത്തിലാണ് അലോട്ട്മെൻറ്റ് നടത്തുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു BSc നഴ്സിംഗ് ആയുർവേദ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആയുർവേദ ഹോസ്പിറ്റലുകളിലും അതുപോലെ തന്നെ ആയുർവേദ മരുന്നുകൾ ഉണ്ടാക്കുന്ന കമ്പനികളിലും ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് കേരളത്തിന് പുറത്ത് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ടോ എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് അന്വേഷിക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.